തൃപ്പൂണിത്തുറയിൽ വന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് താമസിക്കുന്നു. ബാബുച്ചേട്ടൻ്റെ മണ്ഡലത്തിലാണ്. ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടെടുക്കുകയാണ്. അയൽവക്കംകാരൻ കൂടെ ആയിട്ടാണ് ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെൻ്റെ ജന്മനാടായ, ഞാൻ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ അമ്മയുടെ നാട് കുഴൽമന്നത്താണ്. പിന്നീട് വന്ന് അച്ഛന് വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതിനു മുമ്പ് അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പാർത്ഥം പോവുകയാണ്. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇതിനു മുമ്പ് ഉള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും എല്ലാം എൻ്റെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിനും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലം എൻ്റെ കംഫേർട്ടിനനുസരിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് നിൽക്കുക എന്നുള്ള കാര്യം തന്നെ വളരെ ശക്തമായി ആലോചിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ പേര് വന്നപ്പോഴും പറഞ്ഞത് എന്നെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും പരാതികളുള്ള ആളല്ല ഞാനെന്നും അതൊരു പ്രശ്നമല്ല എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പാലക്കാടാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ കംഫർട്ടുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, പ്രചരണം കൂടുതൽ ജനങ്ങളെ കാണുക, പരിചയപ്പെടുക, നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. പ്രചരണത്തിന് അങ്ങനെ പ്രത്യേക തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്ന ആളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയത് ഈ ചോദ്യം ഉണ്ടാവുകയും ചെയ്യുന്നത്.